സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിട്ട് പിന്നെ നവീനരുടെ ആ ഒരു പോലീസ് വേഷം വളരെ നല്ലതായിരുന്നു. ഒരു വ്യത്യസ്തമായൊരു വേഷമായിരുന്നു. സൗബിൻ സഹീറും മോശമില്ലായിരുന്നു. നല്ല കെമിസ്ട്രി ആയിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഒരു അഭിനയം നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. ഒരു ത്രില്ല് അടിപ്പിക്കുന്നുണ്ടോ? ഒരു ക്രൈം ത്രില്ലറാണ്. പിന്നീട് പുഴു എന്നാണ് ആ സിനിമയുടെ ആ ഒരു വ്യൂ വെച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. പക്ഷേ പിന്നെ ട്രെയിലർ കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ട്രെയിലറായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര എന്നെ പൂർണ്ണമായിട്ടും നിരാശപ്പെടുത്തി. അത്രയ്ക്ക് ഒരു വഴിക്ക് കൊള്ളാത്ത സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു ത്രില്ലർ ഉണ്ടാക്കാൻ ശ്രമിച്ചു, അത് അവസാനം ഒരു നമ്മുടെ സോപ്പി സീരിയൽ പോലുള്ള അമ്മാതിരി ഒരു കഥയായിട്ട് പോയി. ഒരു ലോജിക്കില്ലാത്ത ക്ലൈമാക്സും പിന്നെ അതിൻ്റെ ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് എടുക്കാൻ ശ്രമിച്ചേക്കുന്നത്. പക്ഷേ അതൊന്നും ഒരു തരുമ്പോൾ എനിക്ക് ഒരു ഘട്ടത്തിൽ പോലും ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നിയില്ല. അടുത്തെന്ത് എന്നുള്ള ഒരു ഘട്ടത്തിൽ പോലും അത് അടുത്തെന്താണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പോലും കടന്നുപോയില്ല. നായകൻ നവിയുടെ ഒരു കഥാപാത്രമായിട്ടാണ് പറയുന്നത്. എനിക്ക് കുറച്ച് ഓവർ ആക്ടിങ് ആണ് എന്ന് പറയുന്നത്. അതേപോലെ നവിയെ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചതുപോലെ ഒട്ടും ഈ പോലീസ് വേഷം, ഈ സബ് ഇൻസ്പെക്ടറുടെ വേഷമാണ്. സബ് ഇൻസ്പെക്ടറുടെ വേഷം നദിക്ക് ഒട്ടും ഒരു തരത്തിലും യോജിച്ചിട്ടില്ല. പിന്നെ അവരുടെ അഭിനയവും കൂടെ, ഒരു നല്ല നടിയാണ്, പക്ഷേ ഈ സിനിമയിൽ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് മോശമാക്കി കളഞ്ഞു. അവരല്ലായിരുന്നു ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള കഥാപാത്രം. ഇതിൽ പോലീസ് കഥാപാത്രം SI ആയിട്ടാണ് നവ്യ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. അവർ ഈ പറഞ്ഞ പോലെ പ്രേതം കണ്ടാൽ ഒരു പേടിച്ച് വിറയ്ക്കുന്ന രീതിയിലൊക്കെയാണ് നവ്യയെ കാണിച്ചേക്കുന്നത്. പിന്നെ ശബരീഷ് വർമ്മ, പിന്നെ കുറേ ഡയലോഗ്സ് ഉണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പരസ്പരം പറയുന്ന കുറേ ഡയലോഗ്, അതൊക്കെ നമ്മൾ ഈ കേട്ടിട്ടില്ലേ, നമ്മൾ ഹിന്ദി സീരിയൽ മലയാളത്തിലൊക്കെ ഡബ് ചെയ്യും, പുരാണ പരമ്പരകളൊക്കെ ഡബ് ചെയ്യുമ്പം അവർ ഒരു രീതിയിലൊക്കെ ആക്കി സംസാരിക്കുമല്ലോ, മലയാളീകരിക്കുമ്പം അതിൻ്റെ ഒരു മോശമായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ. അതേമാതിരി ഉള്ള ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഡയലോഗ്സാണ് എന്ന് പറയുമ്പോൾ. അവരൊരു ത്രില്ലർ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് അവസാനം ഒരു ത്രില്ലറിലും എത്തിയില്ല, എന്നാൽ ഒരു ഫാമിലി ആയിട്ട് അതിലും എത്തിയില്ല. ഒരിടത്ത് എത്തിപ്പെടാതെ പോയി. നിർമ്മാതാവിൻ്റെ കാശ് പോയി എന്ന് തന്നെ പറയാം. അതിൽ എന്ത് കണ്ടിട്ട് കഥ, നോർമലി ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അഭിനേതാക്കൾക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടെ, ഈ കഥ കേൾക്കുമ്പോൾ ഒരു സ്വഭിനക്കാൻ വളരെ നല്ല സിനിമകളിൽ, നല്ല ത്രില്ലർ മൂവീസിൽ തന്നെ പുള്ളി അഭിനയിച്ചതാണ്. പക്ഷേ കഥ കേട്ടിട്ട് പുള്ളി എന്ത് സെലക്ട് ചെയ്യുന്നുള്ള കാര്യം സംശയമാണ്. ചേട്ടാ, എന്തെങ്കിലും പോസിറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിലൊരു പോസിറ്റീവായിട്ടുള്ള ഇത് പറഞ്ഞേനെ. കാരണം സംഭാഷണങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പിക്കൽ സംഭാഷണങ്ങൾ. പിന്നെ ഈ കഥ പറഞ്ഞു പോകുന്ന രീതി വളരെ മോശം. ദുർബലമായിട്ടുള്ള കഥയും തിരക്കഥയും എല്ലാം ദുർബലമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് മെയിൻ കഥാപാത്രം നദിയെ വേണ്ടായിരുന്നു, മറ്റാരെങ്കിലും സെലക്ട് ചെയ്താലും മതിയായിരുന്നു. നദിക്ക് ഒട്ടും ചേരുന്നതല്ല ഈ പോലീസ് സ്റ്റേഷൻ. നമ്മളെ കുടുംബ വേഷങ്ങളിലൊക്കെയാണ് നദിക്ക് പറ്റിയത്. എനിക്ക് പോസിറ്റീവായിട്ട് പറയുന്നത് പാട്ടായാലും, ആ പാട്ടൊക്കെ 1-2 പാട്ടുണ്ട്, അതൊക്കെ ഒരു അസ്ഥാനത്ത് കേൾപ്പിച്ചതായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് എനിക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെയും മികച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എന്താ പറയുക, ബിലോ ആവറേജ് എന്നോ വളരെ പൂവറായിട്ടുള്ള ഫിലിമെന്നേ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അഭിപ്രായമാണ്.